ഹായ് എവരിവൺ, എല്ലാവർക്കും ലോറൽ ഈസി ടിപ്സിലേക്ക് സ്വാഗതം. അഗലോണിമ അല്ലെങ്കിൽ ചൈനീസ് എവർഗ്രീൻ എന്നറിയപ്പെടുന്ന ചെടി അതിൻ്റെ പല വർണ്ണങ്ങളിലുള്ള ഇലകളാൽ നമ്മുടെ ഗാർഡൻ ഭംഗിയാക്കുന്നതിൽ വളരെ മികച്ചതാണ്. നമ്മളൊരു ഗാർഡൻ സെറ്റ് ചെയ്ത് ചെടികൾ കുറച്ചൊക്കെ നന്നായി വളർന്നു കഴിഞ്ഞാൽ വീട്ടമ്മമാർക്ക് ഒരു വരുമാന മാർഗം ആക്കി മാറ്റാൻ പറ്റുന്ന നല്ല ഒരു അലങ്കാര ചെടിയാണ് ഇത്. പല നിറത്തിലും പല വിലയിലും ഇത് ലഭ്യമാണ്. നഴ്സറികളിലും ഓൺലൈനായിട്ടും നമ്മൾക്കിത് ലഭ്യമാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 3 അഗലോണിമ ചെടിയാണ്. ഈ അഗലോണിമ ചെടി അതിൻ്റെ പരിപാലനം എങ്ങനെയാണ്, അതിൽ നിന്ന് പുതിയ തൈകൾ ഒരുമിച്ച് കുറേ തൈകൾ എങ്ങനെ നമ്മൾക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാം, അതിൻ്റെ വിപണി എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒന്നാമത്തെ വെറൈറ്റി അഗലോണിമ റെഡ്, അഗലോണിമ വാലന്റൈൻ എന്നാണ് ഈ ചെടി അറിയപ്പെടുന്നത്. ഇതിന് നല്ല ഡാർക്ക് പിങ്ക് കളറാണ്. പിന്നെ വെയിലിൻ്റെ ഏറ്റക്കുറച്ചിൽ അനുസരിച്ച് ഇതിന് മാറ്റങ്ങൾ നമ്മൾക്ക് കാണാവുന്നതാണ്. ഇതിപ്പോൾ ഞാനൊരു സൺഷെയ്ഡിൻ്റെ അടിയിലാണ് വെച്ചിരിക്കുന്നത്. ഇത് ഒരു മരത്തിൻ്റെ അടിയിൽ വെച്ചിരിക്കുന്ന അതിൻ്റെ നിറമാണ് നമ്മൾക്കിപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത്. ഇനി രണ്ടാമതായിട്ടുള്ള അഗലോണിമയുടെ പേര് അഗലോണിമ ലിപ്സ്റ്റിക് എന്നാണ്. ഇതിന് ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡും ഗ്രീൻ കളറും കൂടി ചേർന്നതാണ്. സൺലൈറ്റിൻ്റെ ഏറ്റക്കുറച്ചിലനുസരിച്ച് നമ്മൾക്ക് അതിൽ വേരിയേഷൻ കാണാം. മൂന്നാമത്തെ ചെടിയുടെ പേര് ഡോണ കാർമൻ അഗലോണിമ എന്നാണ്. ഇതിൻ്റെ നടുഭാഗത്തായി ഒരു പിങ്ക് കളറും പിന്നെ സൈഡിലായിട്ട് ഗ്രീൻ കളറും കാണാവുന്നതാണ്. ഇനി നമ്മൾക്ക് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന മെത്തേഡെന്ന് കണ്ടു നോക്കാം. 3 തരത്തിൽ നമ്മൾക്ക് ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. നമ്മൾ നഴ്സറിയിൽ നിന്ന് ഒരു ചെടി മേടിക്കുമ്പോൾ അതിൻ്റെ ചുവട്ടിൽ കുറച്ച് വിത്തുകളൊക്കെ ഉള്ള ഒരു ചെടി നോക്കി നമ്മൾ മേടിക്കുക. ഇങ്ങനെ ഇപ്പോൾ ഞാനിത് മണ്ണിൽ നട്ടുവെച്ച ഒരു അഗലോണിമ ചെടിയാണ്. അതിനെ എടുത്ത് ഇപ്പോൾ ഞാൻ അതിൻ്റെ തണ്ട് ഭാഗം പല പീസായിട്ട് കട്ട് ചെയ്യുകയാണ്. നമുക്ക് ഇലഭാഗം മാറ്റിവെക്കാം. പിന്നെ തണ്ടിന് 2-3 പീസായിട്ട് കുറച്ച് ചെറുതായിട്ട് വേണേലും കട്ട് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ വേര് ഭാഗത്തെ നമുക്ക് വേർതിരിച്ച് എടുക്കാവുന്നതാണ്. ഇങ്ങനെ ആ വേര് ഭാഗം കട്ട് ചെയ്യുമ്പോൾ കുറച്ച് വേര് അതിൽ നിർത്തിക്കൊണ്ട് കട്ട് ചെയ്യാനായിട്ട് നോക്കുക. ഇങ്ങനെ നമ്മൾക്ക് ഇതിനെ 3 ഇപ്പോൾ വേർതിരിച്ച് വെച്ചിരിക്കുന്നത് കാണാം. ഇനി കുറച്ച് പോട്ട് മിശ്രിതം തയ്യാറാക്കുക. ഞാനിപ്പോൾ ഇതിൽ മണലും മണ്ണുമാണ് ചേർത്തിരിക്കുന്നത്. അധികം ചാണകപ്പൊടിയൊന്നും ഇപ്പോൾ ചേർത്തിട്ടില്ല. ഇത് മുളച്ച് വന്നതിന് ശേഷം ഒന്ന് നന്നായി മുളയൊക്കെ വന്ന് കുറച്ച് ഇലകളൊക്കെ അതിന് ശേഷമാണ് ചാണകപ്പൊടി ചേർത്ത് കൊടുത്താലും മതിയാകും. ഇപ്പോൾ ആദ്യം ആ തണ്ടിൻ്റെ ഭാഗം നമ്മൾ ഇറക്കി വെച്ചു. ഇനി വേര് പല കഷ്ണങ്ങളാക്കി വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ചെറുതാക്കാവുന്നതാണ്. അങ്ങനെ പീസാക്കിയ വേര് നമുക്ക് അങ്ങനെ മണ്ണിലേക്ക് ഉറപ്പിക്കാം. അധികം വെള്ളം കെട്ടി നിൽക്കാത്ത ചട്ടിയിൽ വെക്കുക. രണ്ടാമത്തെ പ്രൊപ്പഗേറ്റിംഗ് മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ആ ഇലയുള്ള ഭാഗം നമ്മൾക്ക് വെള്ളത്തിൽ ഡയറക്റ്റായിട്ട് വെക്കാവുന്നതാണ്. ഒരു 4 to 6 വീക്സിനുള്ളിൽ വേരുകളൊക്കെ വരുന്നത് കാണാം. 2 അഡ്വാൻറ്റേജ് ഉണ്ട്. ഒന്ന്, വേര് ചീഞ്ഞു പോകാതെ നമ്മൾക്ക് എല്ലാം നേരിട്ട് തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും. രണ്ടാമതായിട്ട് ഇൻഡോറിൽ നല്ലൊരു ഡെക്കറേഷനായിട്ട് വെക്കാവുന്നതും ആണ്. ഇതാണ് ഈ രണ്ടാമത്തെ മെത്തേഡ്. ഇത് കൂടാതെ മൂന്നാമതായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്. അത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. മണ്ണ് അധികം ലഭ്യമല്ലാത്ത സ്ഥലത്ത്, ഫ്ലാറ്റ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾക്ക് ഇതുപോലുള്ള ഒരു ഗ്രോ ബാഗിൽ 4/3 ഭാഗവും തൊണ്ട് നിറയ്ക്കുക. തൊണ്ട് നിറച്ച് ഒരു ഭാഗം മണ്ണും ചേർത്ത്, അതായത് വേരൊക്കെ പിടിക്കാനായിട്ടുള്ള മണ്ണ് ചേർത്ത് നമുക്ക് ഈ ചെടി നടാവുന്നതാണ്. ഇവിടെ ഞാൻ ഒരു 2.5-3 മാസം മുമ്പ് നട്ടുവെച്ച ഒരു ചെടിയാണ്. കൂടുതലും തൊണ്ടാണ് ഞാനിതിൽ വെച്ചിരുന്നത്. മണ്ണ് കുറച്ച് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ ചെടി നമ്മൾ പുറത്തെടുത്തിരിക്കുകയാണ്. ഇതിൽ നമ്മൾക്ക് തൈകളൊക്കെ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇതിൽ നിന്ന് ഈ തൈകൾ മാറ്റി വെക്കുക. അപ്പം ഇതിനെ മാറ്റി വെക്കുമ്പോഴത്തേക്കും ഈ ഗ്രോ ബാഗിൽ തന്നെ നമ്മൾക്ക് പുതിയ തൊണ്ടുകൾ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ ചുവട് ഭാഗത്ത് കുറച്ച് മണലുണ്ടെങ്കിൽ ഇടുന്നത് നല്ലതാണ്. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചുവട്ടിൽ കുറച്ച് മണ്ണിട്ടു. അതിനുശേഷം പുതിയ
തൊണ്ടുകൾ ഇടുകയാണ്. ഒരു 4/3 ഭാഗവും തൊണ്ട് നിറച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാനിത് പല പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇത്. അങ്ങനെ തൊണ്ട് നിറച്ചതിന് ശേഷം കുറച്ച് മണ്ണ് വേര് പിടിക്കാൻ വേണ്ടി വെക്കുക. അതിനുശേഷം നമ്മുടെ ആ ചെടിയിൽ നിന്നുള്ള തൈ മാറ്റി അതിലേക്ക് വെക്കുക. വലിയ ഭാഗമുള്ള ചെടി നമ്മൾക്ക് നല്ല ഒരു പോട്ടിൽ വെക്കുകയാണെങ്കിൽ നമ്മളുടെ അകത്തളങ്ങളിൽ നല്ല ഒരു ഡെക്കറേഷനായിട്ട് നമ്മൾക്ക് വെക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ വളപ്രയോഗം എങ്ങനെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ടും ഒരു വർഷത്തിൽ ഒരു 4 പ്രാവശ്യം, അതായത് 3 മാസമൊക്കെ കൂടുമ്പോൾ വളം കൊടുത്താൽ മതിയാകും. ഞാൻ ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും തുല്യമായി കലർത്തിയ ഒരു വളമാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മളങ്ങനെ സ്റ്റെമ്മ് കട്ട് ചെയ്ത് വെച്ച് മുളപ്പിച്ചെടുത്ത ചെറിയ തൈകളാണ്. സ്റ്റെമ്മ് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ചെറിയ തൈകളായിരിക്കും കിട്ടുന്നത്. പക്ഷേ ധാരാളം തൈകൾ ഒരുമിച്ച് കിട്ടും. അതിൽ മുള വന്നിരിക്കുന്നത് നമ്മൾക്കിപ്പോൾ കാണാവുന്നതാണ്. സ്റ്റെം കട്ട് ചെയ്ത് എടുത്തിട്ടുള്ള അങ്ങനെ മുളച്ച് വന്നിട്ടുള്ള ചില ചെടികളാണ് ഇത് അഗ്ലോണിമ വാലന്റൈനാണ്. അതിൻ്റെ ചൂട് നമുക്കൊന്ന് ഇളക്കി നോക്കാം. ഇത് ഇങ്ങനെ പുതുതായിട്ട് മുളച്ച് വരുമ്പോഴത്തേക്കും ഇലയ്ക്ക് അധികം റെഡ് നിറം കാണത്തില്ല. കുറച്ച് സമയം എടുത്തു കഴിഞ്ഞിട്ടാണ് ഇലകളൊക്കെ കുറച്ച് വലുതായതിനു ശേഷമാണ് നല്ല നിറമൊക്കെ വരുന്നത്. പക്ഷേ ധാരാളം തൈകൾ ഒരുമിച്ച് നമ്മൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ഈ ചെടി എങ്ങനെയാണ് അറേഞ്ച് ചെയ്തതെന്ന് നോക്കാം. ഒരു ചെടി ഒറ്റയ്ക്ക് ഒരു പോട്ടിലിരുന്നാൽ അത്ര ഭംഗി ഉണ്ടാകില്ല. ഒരുമിച്ച് കുറേ ചെടികൾ ഒരു പോട്ടിൽ നിൽക്കുന്നതാണ് നല്ലത്. ഹാങ്ങിങ് ഗാർഡനായിട്ട് നമുക്ക് ഇത് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഹാങ്ങിങ് ഗാർഡൻ നിർമ്മിക്കുന്ന രീതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം. ഇനി ഈ ചെടി നനയ്ക്കുന്നതിനെ പറ്റി പറയാം. ഈ ചെടിക്ക് വളരെ കുറച്ച് വെള്ളം മതി. അത് നമ്മൾ നനയ്ക്കുമ്പോൾ ആ ഇലകളൂടി ചേർത്ത് നനയ്ക്കുകയാണെങ്കിൽ ഇലകളിലെ പൊടിയൊക്കെ മാറി നല്ല തെളിഞ്ഞു നിൽക്കും. അതോടൊപ്പം ബാക്കി വരുന്ന വെള്ളം അതിൻ്റെ ചൂട്ടിലേക്ക് പോവുകയും ചെയ്യും. ഒന്നിടവിട്ട ദിവസം നനച്ചാൽ മതിയാകും. ഇതിൻ്റെ വിപണന സാധ്യതയെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മൾക്കിത് ബിസിനസ് ചെയ്യാമെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഏത് സീസണിലും എവർഗ്രീനായി നല്ല നിറത്തോടെ നിൽക്കുന്ന ഈ ചെടിക്ക് വളരെ ലോ മെയിൻ്റനൻസ് ആണ്. കനത്ത വെയിൽ നേരിട്ടേൽക്കാത്ത ഏത് സ്ഥലത്തും നമ്മൾക്ക് ഇത് വളർത്തിയെടുക്കാം. വർഷത്തിൽ 3-4 തവണ മാത്രം ഏതെങ്കിലും ഒരു ജൈവവളം നമുക്ക് ഉപയോഗിച്ചാൽ മതിയാകും. 250 രൂപ മുതൽ 1000 രൂപയ്ക്ക് മുകളിൽ വരെ പല ചെടികൾക്ക് വിലയുണ്ട്. അത് ഇലകളുടെ വർണ്ണത്തിനനുസരിച്ചും ചട്ടിയുടെ വ്യത്യാസത്തിനനുസരിച്ചും കൂടുതൽ വിത്തുകൾക്കനുസരിച്ചും വില മാറി വരുന്നതാണ്. ഇപ്പോൾ നമ്മൾ വാട്സപ്പ്, ഫേസ്ബുക്ക് അങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ആക്റ്റീവായതിനാൽ ഈ ചെടികളുടെ ഫോട്ടോസ് നമ്മൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ് വിലയോടൊപ്പം തന്നെ. ഫേസ്ബുക്കിലാണെങ്കിൽ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന, ഗാർഡനിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്ന ധാരാളം ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അതിൽ നമ്മൾക്ക് മെമ്പറാകാം. അങ്ങനെ നമ്മൾക്ക് ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മൾക്ക് അടുത്തുള്ള നഴ്സറികളുമായിട്ട് ബന്ധപ്പെടാം. ഓൺലൈൻ നഴ്സറികളുമായിട്ട് ബന്ധപ്പെടാം. വീട് ഒരു റോഡരികിലൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് ചെടികൾ വിൽക്കാനുണ്ട് എന്നുള്ളൊരു ബോർഡ് തൂക്കാവുന്നതാണ്. അഗ്ലോണിമ ഒരു ചെടി വളർത്തിയുകൊണ്ട് മാത്രം നമ്മൾക്ക് വലിയ വരുമാനം കിട്ടണമെന്നില്ല. ഈ ചെടിക്ക് ഒപ്പം തന്നെ ഇതുപോലെ തന്നെയുള്ള മറ്റു ചെടികളും നമ്മൾ വളർത്തേണ്ടതാണ്. അതിനെപ്പറ്റിയുള്ള വീഡിയോകൾ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻസൊക്കെ വളരെ ഉപകാരപ്രദമായെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് മൈ ചാനൽ. ഹാവ് എ നൈസ് ഡേ.